ഒന്നിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർവശക്തനായ നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഈ ഭരണസമിതി വളരെ അങ്ങേറ്റം ശക്തമായ ഒരു ഭരണസമിതി തന്നെയാണ്. അത് വളരെ പ്രാഗൽഭ്യമുള്ള എല്ലാ കാര്യങ്ങളും വളരെ നന്നായി അറിയുന്ന ഈ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്കൊരു വികസനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരെയും സഹകരണവും മനോഭാവവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മനസ്സാഗ്രഹിക്കുന്നത് പോലെ ഈ ഗ്രാമം ഈ പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് പോലെ നല്ല ഒരു ഭരണം കാഴ്ചവെക്കാൻ CAG സുരക്ഷയും സാധിക്കുമാറാകട്ടെ. അതിനുള്ള എല്ലാ ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധി സർവശക്തനായ പ്രദാനം ചെയ്യട്ടെ. കക്ഷിരാഷ്ട്രീയമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ പ്രസിഡന്റായി കിട്ടിയത്. അദ്ദേഹത്തിന്റെ കർത്തവ്യം ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിർവഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അദ്ദേഹത്തിന് ഈ 5 വർഷക്കാലം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും എത്തിക്കുന്നു. വരുന്ന ഭരണസമിതി രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ ഞങ്ങൾ എന്ത് ചോദിച്ചാലും അത് നൽകി തരും എന്നുള്ള വിശ്വാസത്തോടുകൂടി അതുണ്ടാകുമെന്ന് മാത്രം. രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവിധ ഇതും ചെയ്തു തരണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ കൂട്ടായ പ്രവർത്തനം ഉണ്ടാവുമെന്നും മാത്രം ആശംസിച്ചുകൊണ്ട് പത്മജ, PK ബാബ, ഈ തങ്കമണി, അഞ്ചോട്ട്, പത്മജ, 16, പത്മജ പ്രസിഡന്റായി തെരഞ്ഞെടുപ്പായി പ്രഖ്യാപിച്ചു. കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പത്മജ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന്
കേരളത്തിലെ ഇതുപോലെ ഒട്ടനവധി പുതുമുഖങ്ങൾ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ ഒരു സഹോദരി ആദ്യമായി പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വൈദ്യുതനായി ആദ്യമായി വരികയും ചെയ്യുകയാണ്. അത് യഥാവിധി നടപ്പിലാക്കാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ 2ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഈ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആ വാർഡിന്റെ 2ാം വാർഡിന്റെ എല്ലാ കാര്യങ്ങളും പത്മജയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. അതേപോലെ നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലമാണ്. തീർച്ചയായും ആദ്യമായി ബോർഡിലേക്ക് വരികയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ 2ാം വാർഡിൽ തന്നെ വീണ്ടും ഒരു വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രക്രിയത്തോളം അവസാനിക്കുകയാണ്. ഈ ബാക്കിയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പും ചെയർമാൻകളും നൽകുകയാണ്. ആദ്യമായി പ്രസിഡന്റിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നേരത്തെ അംഗങ്ങൾ സൂചിപ്പിച്ചപ്രകാരം പഞ്ചായത്തിന്റെ ഭരണത്തിൽ കക്ഷിരാഷ്ട്രീയതയെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവിടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗം അവസാനിപ്പിച്ചായി അറിയിക്കും.